Hi everyone, this is Sangeeta Gopi from Medcity International Academy. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ is about credibility interview, and this is a requirement if you're planning to study in the UK. നിങ്ങൾ UK-ൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ you will definitely have to go through something called as a credibility interview. So what is a credibility interview? Very like the name suggests, it's an interview conducted from the side of the university to check how credible a candidate you are. നിങ്ങൾ എത്രത്തോളം ഒരു ജെനുവിൻ കാൻഡിഡേറ്റ് ആണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ അവർ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഫ്രം ദ സൈഡ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. ഒരു ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പം എൻട്രി ക്ലിയറൻസ് ഓഫീസേഴ്സ് എന്തൊക്കെയാണ് നോക്കുന്നത്? ബേസിക്കലി ദർ ആർ 3 possible outcomes when a credibility interview happens. The first one is definitely a refusal. Okay? അപ്പം എന്തുകൊണ്ടാണ് ഒരു ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂവിന് ശേഷം ദർ ഇസ് എ റിഫ്യൂസൽ ദാറ്റ് ഹാപ്പൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് UK-യിലേക്ക് പഠിക്കാൻ പോകാൻ അവർ ഓപ്പർച്യൂണിറ്റി തരില്ല എന്നൊരു കോൺസെപ്റ്റ് വരുന്നത് എപ്പോഴാണ്? സോ ദ റിഫ്യൂസൽ ഹാപ്പൻസ് ഓഫ് കോഴ്സ് when your application completely contradicts with what you say in the interview. ഇൻ്റർവ്യൂവിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ, ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ പറയുന്ന റെസ്പോൺസ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് യു ഓൾറെഡി ഗിവൻ ഇൻ ദി ആപ്ലിക്കേഷൻ. സോ കോളേജ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഫിൽ ചെയ്യുന്ന റെസ്പോൺസും നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളും തമ്മിൽ കോൺട്രഡിക്ഷൻ വരുമ്പോഴാണ് ഫസ്റ്റ് കേസ് ഓഫ് റിഫ്യൂസൽ. വാട്ട് ഈസ് എ സെക്കൻഡ് ഇൻസ്റ്റൻസ്? അനദർ പോസിബിലിറ്റി ഈസ് when they feel you're not a genuine candidate. നിങ്ങൾ അത്രത്തോളം ജെനുവിൻ അല്ല എന്ന് ഏതെങ്കിലും രീതിയിൽ അവർക്ക് തോന്നിയാൽ അപ്പോൾ തന്നെ ഒരു റിഫ്യൂസലാണ് വരിക. തേർഡ് ഈസ് when your language is very very bad. നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഭയങ്കര വീക്കാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ യു ആർ നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ദ ബേസിക് റിക്വയർമെൻറ്റ്സ്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വെരി ബാഡ് റെസ്പോൺസ് ആണ് കൊടുക്കുന്നത്, യുവർ ലാംഗ്വേജ് ഇസ് വെരി വെരി വീക്ക് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അഗൈൻ ഒരു ക്ലിയർ റിഫ്യൂസൽ ആയിരിക്കും. ബിക്കോസ് യു ഗോയിങ് ടു എ കൺട്രി വിച്ച് സ്പീക്സ് ഇൻ ഇംഗ്ലീഷ്, ആൻഡ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് യുവർ സെൽഫ്, then why should you be able to study in the UK? So definitely അതൊരു റീസൺ ആണ്. And the fourth reason is when you're not able to show evidence for funding. നിങ്ങൾ UK-യിൽ പഠിക്കുമ്പം you know apart from the tuition fees you also have to show your living expense. അപ്പം നിങ്ങളുടെ ഫണ്ടിങ്ങിന് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയുള്ള എവിഡൻസ് കാണിക്കാൻ പറ്റുന്നില്ല. You don't have the money to be able to go and study in the UK. Then that's the fourth reason why you could end up in refusal. Because if you don't have sufficient funding, that definitely means അത് പബ്ലിക് ഫണ്ട്സിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് പബ്ലിക് ഫണ്ട്സിന് വേണം അവർ മണി സ്പെൻഡ് ചെയ്യാൻ, ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ദേ ഡോണ്ട് വാണ്ട് ടു ബി ഡൂയിങ്, വിച്ച് ഇസ് വൈ ഇഫ് യു ഡോണ്ട് ഹാവ് പ്രോപ്പർ എവിഡൻസ് ഓഫ് ഫണ്ടിങ് ദ ചാൻസ് ഓഫ് റിഫ്യൂസൽ ഇസ് റിയലി ഹൈ. So the second possibility after a credibility interview is to scrutinize your application. എപ്പോഴൊക്കെയാണ് ഒരു സ്ക്രൂട്ടണി എന്നൊരു കാര്യം വരിക? സ്ക്രൂട്ടണി ഈസ് വെൻ ദേ റീചെക്ക് ആൻഡ് ദേ ചെക്കിങ് ഇഫ് യു ആർ ഒന്നും കൂടി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് മാച്ച് ചെയ്ത് ചെക്ക് ചെയ്യണം, ഐ യു റിയലി ജെനുവിൻ. അപ്പോൾ ഒരു സ്ക്രൂട്ടണി വരണമെങ്കിൽ ദേ ഹാവ് സർട്ടൻ തിങ്സ് ആർ നോട്ട് ക്ലിയർ ഇൻ ദിയർ മൈൻഡ്. നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് ശേഷം ദേ നോട്ട് ക്ലിയർ വിത്ത് സർട്ടൻ ആസ്പെക്ട്സ്. ഏതൊക്കെ ആസ്പെക്ട്സിലാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നത്? when there are minor inconsistencies. നിങ്ങൾ ഫിൽ ചെയ്ത ആപ്ലിക്കേഷനിലും നിങ്ങൾ കൊടുക്കുന്ന റെസ്പോൺസും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടും. കാരണം certain things you mentioned do not match with your response. So definitely it has to be looked into. So that is one reason why you would undergo scrutiny. Second is your English is weak. Okay, it's not that you cannot convey, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല, പക്ഷെ നിങ്ങളുടെ ലാംഗ്വേജ് കുറച്ച് നല്ല വീക്കാണ്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ കോമ്പിറ്റൻ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ് യൂസർ ഓഫ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഒരു 6.5 IELTS-ലൊരു 6.5 ബാൻഡ് കിട്ടുന്ന ഒരാൾ സംസാരിക്കുന്ന പോലെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ that could be another reason why you would be under a scrutiny. Third reason is when you have poor knowledge of the course or the university. നിങ്ങൾ UK-യിൽ പഠിക്കാൻ പോകുന്ന കോഴ്സിനെ പറ്റിയും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിനെ പറ്റിയും നിങ്ങൾക്ക് യാതൊരു ധാരണയില്ല, ഐഡിയ ഇല്ല, എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി that is the third reason why your application would be under scrutiny. And fourth is weak evidence of funding.
ഓക്കെ, നിങ്ങൾക്ക് ഫണ്ടിങ്ങിൻ്റെ എവിഡൻസ് ആർ നോട്ട് കംപ്ലീറ്റ്ലി സ്ട്രോങ്, അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ എക്സ്പെൻസിലെ ഫണ്ടിങ്ങിന് വേണ്ടിയുള്ള എവിഡൻസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല. മേ ബി ഓൺലി യുവർ ട്യൂഷൻ ഫീസ് ഫണ്ടഡ്, കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ ഫണ്ടിങ് എവിടെ നിന്ന് വരും നിങ്ങൾക്ക് ക്ലിയറായി കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ദാറ്റ്സ് എ ഫോർത്ത് റീസൺ ഫോർ വൈ യു വുഡ് ബി അണ്ടർ സ്ക്രൂട്ടിനി. And the third possibility of a credibility interview is a good sign. Good sign means you've really cleared the interview. എപ്പോഴൊക്കെയാണ് ഒരു ഗുഡ് സൈൻ വരിക? വൺ, വെൻ യു ഹാവ് എ വെരി ക്ലിയർ എവിഡൻസ് ടു ഷോ യുവർ ഫണ്ടിങ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങളുടെ ട്യൂഷൻ ഫീ എന്താണ് ആൻഡ് കോസ്റ്റ് ഓഫ് ലിവിങ് എത്ര വരും, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഫണ്ടിങ്സ് വരുന്നത്. ലോണാണോ, സേവിങ്സ് ആണോ, നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നതാണോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫണ്ട്സ് വരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ്സ് എ ഗുഡ് സൈൻ. സെക്കൻഡ്, യു ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് വർക്കിംഗ് ഇൻ ദ UK. നിങ്ങൾ UK കണ്ടിന്യൂ ചെയ്ത് അവിടെ തന്നെ വർക്ക് ചെയ്യും, സെറ്റിൽ ചെയ്യും എന്നൊരു ഇൻറ്റൻഷൻ നിങ്ങളുടെ ഇൻ്റർവ്യൂ ത്രൂ അവർക്ക് ക്ലിയറായി മനസ്സിലാവുന്നില്ലെങ്കിൽ, ദാറ്റ് മീൻസ് യു ട്രൈങ് ടു കൺവേ ദാറ്റ് നിങ്ങൾ UK സെറ്റിലാകാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു ക്ലിയർ ഐഡിയ അവർക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് ആവും. തേർഡ് ഇസ് വെൻ യു ഹാവ് എ ഹോം കരിയർ ക്ലിയർലി പ്ലാൻഡ് ഔട്ട്. കാരണം നിങ്ങൾ UK കോഴ്സ് കഴിഞ്ഞ് നിങ്ങളുടെ നാട്ടിൽ തിരിച്ച് വന്നിട്ട് യു ഹാവ് എ വെരി ക്ലിയർ ഐഡിയ ഓഫ് ഹൗ യുവർ കരിയർ ഷുഡ് ഗ്രോ. അങ്ങനത്തെ ഒരു ക്ലിയർ പ്ലാൻ ഉള്ള ഒരാൾ ഡെഫിനറ്റ്ലി UK കണ്ടിന്യൂ ചെയ്യില്ല എന്ന് അവർക്കറിയാം. അങ്ങനത്തെ കാൻഡിഡേറ്റ്സിനും ചാൻസ് വെരി ഹൈ ആണ് ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ. Well, there is a fourth aspect, that is your academic excellence. നിങ്ങളുടെ ഡിഗ്രിയിലെ സ്കോർ നല്ലൊരു സ്കോറാണ്, ലെറ്റ്സ് സേ 75, 80, 90% ഒക്കെ നല്ലൊരു അക്കാഡമിക് സ്കോർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആൻഡ് യുവർ പെർഫോമൻസ് ത്രൂ യുവർ അക്കാഡമിക് ഇയേഴ്സ് വർ എക്സലൻറ്റ്, that is another good sign of being accepted into the UK for studies. Fifth is your application completely matches with your response. നിങ്ങൾ പറയുന്ന ഇൻ്റർവ്യൂവിൽ പറയുന്ന റെസ്പോൺസും നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഫില്ല് ചെയ്ത ഡേറ്റയും എക്സാക്ട്ലി മാച്ച് ചെയ്യുകയാണെങ്കിൽ അഗൈൻ ദാറ്റ് മീൻസ് യു ആർ എ ജെനുവിൻ കാൻഡിഡേറ്റ്. നിങ്ങൾ സത്യമാണെന്ന് പറയുന്നത് ക്ലിയർ ആണ്, അവിടുന്ന് തന്നെ നിങ്ങൾ ജെനുവിൻ ആയതുകൊണ്ട് യു വിൽ ബി ആക്സെപ്റ്റഡ് ഫോർ സ്റ്റഡീസ്. ആൻഡ് ദി ലാസ്റ്റ് റീസൺ is when you are very good with your English. നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി they will accept you because the language of communication in the UK is English. നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ മീഡിയം is going to be in English, and if you can handle English really well, then they have no problems of accepting you to the UK. So ഈ 3 outcomes ആണ് ഉണ്ടാവുക when you attend the credibility interview. Remember, നിങ്ങളുടെ റെസ്പോൺസ് കറക്റ്റ് അല്ലെങ്കിൽ and if they feel you're not genuine, if they find you're dishonest, then there could be a 10-year ban. നിങ്ങൾ 10 വർഷം വരെ UK നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സോ മേക്ക് ഷുവർ യു ആർ ആസ് ജെനുവിൻ ആസ് പോസിബിൾ. ഓക്കെ, സോ ഇതാണ് ബേസിക് ഔട്ട്കംസ് ഓഫ് എ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, സോ ദിസ് ഇസ് ടു ഹെൽപ്പ് യു പ്രിപ്പയർ ഫോർ യുവർ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ. So let's say the interview begins with the confirmation of your identity. So നിങ്ങളുടെ പേര് ചോദിക്കും and basically they'll also cross check your date of birth. So നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ പറയുന്ന ഡീറ്റെയിൽസും പെർഫെക്റ്റ് ആണോ മാച്ച് ചെയ്യുന്നോ എന്ന് അവർ ചെക്ക് ചെയ്യും. സോ ദേ സ്റ്റാർട്ട് വിത്ത് യുവർ പേഴ്സണൽ ഐഡൻറ്റിറ്റി. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്രോബ്ലി ദി അതർ ഡീറ്റെയിൽസ് ലൈക്ക് യുവർ അഡ്രസ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. സോ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആദ്യം അവർ കൺഫേം ചെയ്യും. Then there are certain other questions. Definitely one of it would be why the UK? എന്തുകൊണ്ടാണ് നിങ്ങൾ UK തന്നെ സ്റ്റഡീസിന് ഫൈനലൈസ് ചെയ്തതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. സോ യു ഹാവ് ടു ഗിവ് എ വെരി ജെന്യുവൻ റെസ്പോൺസ് ടു ഇറ്റ്. എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ UK പ്രിഫർ ചെയ്യുന്നത്? കുറേ റീസൺസ് ഉണ്ട്. അതിലേത് റീസണാണ് നിങ്ങൾ ചൂസ് ചെയ്തത് എന്നാണ് അവർ നോക്കുന്നത് ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. മേ ബി അതൊരു ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ യു ഹാവ് ആക്സസ് ടു ബെറ്റർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ആയിരിക്കാം. ദർ കുഡ് ബി സോ മെനി റീസൺസ്. സോ എന്തുകൊണ്ടാണ് നിങ്ങൾ UK തന്നെ സെലക്ട് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് അവർക്ക് അറിയണം. ഓക്കെ, സോ മേക്ക് ഷുവർ യു പ്രിപ്പയർ വൈ ദ UK. കാരണം വേരിയസ് അതർ കൺട്രീസ് ഉണ്ടല്ലോ, കാനഡയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ജർമ്മനി ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്. ഇത്രയും കൺട്രീസ് ഉണ്ടാവുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് UK ഫൈനലൈസ് ചെയ്തതെന്ന് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ വേണം. സോ ദാറ്റ് ഈസ് എ ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ. അനദർ പോസിബിൾ ക്വസ്റ്റ്യൻ ഇസ് നിങ്ങളുടെ കൺട്രിയിൽ ലൈക്ക് ഇന്ത്യയിൽ ഓൾറെഡി ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. UK മെജോറിറ്റി സ്റ്റുഡൻസ് ചെയ്യാൻ പോകുന്നത് MBA എന്നൊരു പ്രോഗ്രാമാണ്.
അപ്പോൾ അവർ ചോദിക്കും ഈ MBA എന്നൊരു പ്രോഗ്രാം ഈസ് അവൈലബിൾ ഇൻ യുവർ ഹോം കൺട്രി ഓൾസോ, then why not do it in your country? എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റിൽ UK പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിക്കും. In that case, you will have to make a very good, clear comparison between the course provided in your home country and the course provided in the UK. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് ഡിഫറൻസസ് നിങ്ങൾ അതേ ഒരു കോഴ്സ് UK ചെയ്താലെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റണം. സോ ദാറ്റ് ഈസ് അനദർ പോസിബിൾ question. So you need to know എന്തൊക്കെയാണ് probably job opportunities, എന്തൊക്കെയാണ് സബ്ജക്ട്സ് വരുന്നത്, what mode of teaching is used in India when compared to the UK. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. ബട്ട് റിമെമ്പർ, ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യുമ്പം നിങ്ങൾ പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യരുത്. കാരണം ഇഫ് ദേ ഹാവ് എ ഹിൻറ്റ് ദാറ്റ് നിങ്ങളുടെ ഉദ്ദേശം പൈസ ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്ത് നെറ്റ്വർക്ക് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ജോബ് കണ്ടെത്താനാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് അവർക്ക് മനസ്സിലായാൽ നിങ്ങളുടെ റെഫ്യൂസൽ കാറ്റഗറിയിൽ പെടും. സോ ട്രൈ നോട്ട് ടു മെൻഷൻ ദി ആസ്പെക്റ്റ് ഓഫ് ഓർ ദി പോസിബിലിറ്റീസ് ഓഫ് പാർട്ട് ടൈം ജോബ്സ്, but make a comparison of the kind of course that you get in the UK and India, and a comparison between the delivery system. എങ്ങനെയൊക്കെയാണ് ടീച്ചിങ് മെത്തേഡ്സ്, മോഡ്സ് ഏതൊക്കെയാണ് എന്നൊരു കമ്പാരിസൺ നടത്തിയിട്ട് വേണം ടു സേ വൈ നോട്ട് ഇന്ത്യ ആൻഡ് വൈ ഡിഡ് യു ചൂസ് ദ UK. വേറൊരു ക്വസ്റ്റ്യൻ കുഡ് പോസിബിളി ബി യുവർ കരിയർ പ്ലാൻസ്. നിങ്ങളുടെ പ്ലാൻ എന്താണ്? ഓക്കെ, നമ്മൾ നിങ്ങളെ UK ആക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷം വാട്ട് ആർ യു പ്ലാനിങ് ടു ഡു? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ട്രിക്കി ബിക്കോസ് യു വോണ്ട് ടു ചെക്ക് വെദർ യുവർ പ്ലാൻ ഇസ് ടു സെറ്റിൽ ഇൻ ദ UK. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ഹോം കൺട്രിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചൊരു ഐഡിയ നമ്മൾ ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ MBA കംപ്ലീറ്റ് ചെയ്തു, ഞാൻ UK MBA ചെയ്തു, ഞാൻ തിരിച്ച് നാട്ടിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന പ്ലാൻ ഉണ്ട് എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു മാപ്പ് വരച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ആക്സെപ്റ്റ് യു ബിക്കോസ് യു ആർ 100% ഷുവർ ദാറ്റ് യു ഗോയിങ് ടു കം ബാക്ക് ടു യുവർ കൺട്രി ആൻഡ് വർക്ക് ദെയർ. നിങ്ങൾ UK സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ അതോടൊപ്പം അവർക്ക് ക്ലിയർ ആവും. സോ പ്രോബ്ലി നിങ്ങൾക്ക് ഫാമിലി ബിസിനസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് തമ്മിലൊരു സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. സോ ഇറ്റ് കുഡ് ബി സംതിങ്, ബട്ട് യു നീഡ് ടു ഹാവ് എ വെരി ക്ലിയർ ഐഡിയ. യു കനോട്ട് ഗിവ് എ വേഗ് റെസ്പോൺസ് ബൈ സെയിങ് എനിക്ക് അറിയില്ല, ഐ എം നോട്ട് പ്ലാൻഡ് എനിത്തിങ്, UK കോഴ്സ് കഴിഞ്ഞിട്ട് ഐ വിൽ ഡിസൈഡ്. നോ, യു കൻ നോട്ട് ഗിവ് എനി വീക്ക് ആൻസർ ലൈക്ക് ദിസ്. യുവർ റെസ്പോൺസ് ഹാസ് ടു ബി സ്ട്രോങ്. നിങ്ങളുടെ ഗോൾ ക്ലിയർ ആയിരിക്കണം. യു ഷുഡ് ബി കരിയർ ഓറിയൻറ്റഡ് ആൻഡ് മേക്ക് ഷുവർ യു കണക്റ്റഡ് എവറിത്തിങ് ബാക്ക് ടു യുവർ ഹോം കൺട്രി. സോ ഇതായിരിക്കണം നിങ്ങളുടെ റെസ്പോൺസ്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ വുഡ് ബി ഇമ്പാക്റ്റ് ഓഫ് ദ UK സ്റ്റഡി. നിങ്ങൾ UK പഠിച്ചു, ഹൗ ഈസ് ദാറ്റ് ഗോയിങ് ടു ഹെൽപ്പ് യുവർ കരിയർ? സോ അഗൈൻ അവിടെ കിട്ടുന്ന സിലബസും അവിടുത്തെ കിട്ടുന്ന എക്സ്പോഷറും വെച്ച് കമ്പയർ ചെയ്തിട്ട് ഹൗ ക്യാൻ ദാറ്റ് മേക്ക് യു എ മച്ച് ബെറ്റർ പേഴ്സൺ അറ്റ് വർക്ക് അല്ലെങ്കിൽ എ മച്ച് ബെറ്റർ പ്രൊഫഷണൽ എന്ന് നിങ്ങളൊരു ക്ലിയർ ഐഡിയ കൊടുക്കാൻ പറ്റണം. സോ ഇഫ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ്, ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് എ ഗുഡ് സൈൻ. ഓക്കെ, സോ ദാറ്റ്സ് അനദർ പോസിബിൾ ക്വസ്റ്റ്യൻ. പിന്നെ ഡെഫിനറ്റ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ കോഴ്സ് ആൻഡ് യുവർ യൂണിവേഴ്സിറ്റി. നിങ്ങൾ ഏത് കോഴ്സാണ് ചൂസ് ചെയ്തത്, ഏതാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി, വൈ? ബിക്കോസ് UK ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എന്തുകൊണ്ടാണ് വൺ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്തത് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവണം. ആൻഡ് ഓൾസോ വെദർ യു ഹാഡ് എനി അതർ ഓപ്ഷൻസ് ഇൻ മൈൻഡ്. സോ ഇറ്റ് കനോട്ട് ബി ദാറ്റ് നിങ്ങൾ ഒറ്റൊരു യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. യു മസ്റ്റ് ഹാവ് ഡൺ സം റിസർച്ച് ഫ്രം യുവർ സൈഡ്. നിങ്ങൾ ലെറ്റ്സ് സേ 5 to 6 അല്ലെങ്കിൽ 10 ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് കമ്പയർ ചെയ്തിട്ട് അവിടെ സിലബസൊക്കെ നോക്കി അവരുടെ ഫാക്കൽറ്റി അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം കമ്പയർ ചെയ്തിട്ടായിരിക്കാം നിങ്ങളൊരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ഫൈനലൈസ് ചെയ്തത്. സോ അതാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു UK, വേറെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ കൺസിഡർ ചെയ്തു, എന്തുകൊണ്ട് അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് ഈ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റണം. സോ ദാറ്റ് ഈസ് വേ your skill will really show how good you are in convincing the person you're talking to that എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ഫൈനലൈസ് ചെയ്തത്. ആൻഡ് പോസിബിളി ഇപ്പോൾ ഒരു സ്കൈപ്പ് വീഡിയോ ഇൻ്റർവ്യൂ ഒക്കെ ആണെങ്കിൽ they might ask you to point the university or the country on a map. UK മാപ്പ് തന്നിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് പോയിൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. സോ മേക്ക് ഷുവർ യു ആർ വെരി ക്ലിയർ വിത്ത് ദ ജോഗ്രഫി, ദ ലൊക്കേഷൻ, ഏതൊക്കെ ഏരിയാസാണ് എൻ്റെ അടുത്ത് വരുന്നത് ഒക്കെ ക്ലിയർ ഒരു ഐഡിയ വേണം. അവിടുത്തെ വെതർ കണ്ടീഷൻസ്, അവിടുത്തെ എക്സ്പെൻസൊക്കെ എത്രയായിരിക്കും, എല്ലാത്തിനെ കുറിച്ചും നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ ഇല്ലാതെ പ്ലീസ് ഡു നോട്ട് ഗോ അഹെഡ് വിത്ത് ദ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ. സോ മേക്ക് ഷുവർ യു പ്രിപ്പയർ അക്കോർഡിംഗ്ലി. Definitely your next question would be on your subjects to study.
നിങ്ങൾ ചൂസ് ചെയ്ത കോഴ്സിൽ ഏതൊക്കെ പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ദാറ്റ് മീൻസ് യു ഷുഡ് ഹാവ് ഗോൺ ത്രൂ ദ സിലബസ്. നിങ്ങൾ കമ്പയർ ചെയ്തിരിക്കണം ഏതൊക്കെ പേപ്പേഴ്സാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. വാട്ട് ആർ ദ പ്രൊഫസേഴ്സ് വിൽ ബി ടീച്ചിങ്, ഹൂ ആർ ദേ, ഏതൊക്കെ ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് സെഷൻസ് എടുക്കുന്നത്, അവരുടെ റിസർച്ച് ഏരിയ ഏതൊക്കെയാണ്, വാട്ട് ആർ ദിയർ സ്പെഷ്യലൈസേഷൻസ്, എന്തൊക്കെ ഫെസിലിറ്റീസാണ് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുക, ഇതൊക്കെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടാവണം. And they will also ask you a question whether you have any plan to work in the UK. അങ്ങനത്തെ ഒരു രീതിയിലും അവർ ചോദിക്കും. So then that takes us back to our previous discussion. നിങ്ങൾ ഹോം കൺട്രിയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളൊരു ജോബ് അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു പ്ലാൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം. എന്നാൽ മാത്രമേ they will be sure that you're not planning to stay back in the UK. Then definitely they'll ask you about your family and the background. കാരണം they need to know നിങ്ങളുടെ ഫണ്ടിങ്സ് എവിടെയാണെന്ന്. സോ നിങ്ങളുടെ ഫാദർ എന്ത് ചെയ്യുന്നു, മദർ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫണ്ട്സ് കിട്ടുന്നത്, നിങ്ങളുടെ ഫണ്ട്സ് ഓഫ് സ്റ്റഡി എവിടെ നിന്നാണ് എന്നുള്ള ക്ലിയർ ഐഡിയ അവർക്ക് വേണം. വിച്ച് ഇസ് വൈ ദേ ഡെഫിനറ്റ്ലി ചെക്ക് ഇൻ ടു യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഫണ്ട്സിനെ കുറിച്ച് ചോദിക്കുമ്പം മേക്ക് ഷുവർ യു ഹാവ് എ വെരി ക്ലിയർ ഐഡിയ ബിറ്റ്വീൻ ഹൗ യു ക്യാൻ ബാലൻസ് ദ കോസ്റ്റ് ആൻഡ് ദി ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട്സും അവിടെ വരാൻ പോകുന്ന എക്സ്പെൻസും എങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നു നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. നിങ്ങൾ അവിടെ എവിടെ താമസിക്കാൻ പോകുന്നു, വെയർ ഹാവ് യു പ്ലാൻഡ് യുവർ അക്കോമഡേഷൻ, അത് കോളേജ് ഹാൾ ഓഫ് റെസിഡൻസ് ആണോ, ഹോസ്റ്റൽസ് ആണോ, എന്താണ് നിങ്ങളുടെ പ്ലാൻ, എത്ര വരും റെൻറ്റ്, ഫുഡിൻ്റെ എക്സ്പെൻസ് എത്രയായിരിക്കും, ബാക്കി വരുന്ന എക്സ്പെൻസസ് എന്തൊക്കെയാണ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഐഡിയ വേണം. നിങ്ങളുടെ കോഴ്സ് ഫീ എത്രയാണെന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം. എന്നാലേ നിങ്ങൾക്കത് ബാലൻസ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കോഴ്സ് ഫീ ഇത്രയാണ്, അത് ഫണ്ട് ചെയ്യുന്നത് ലോണാണ്, എക്സ്പെൻസ് ഇങ്ങനെയാണ്, അപ്പോൾ റെൻറ്റിന് ഇത്ര വരും എന്ന് ക്ലിയർ ബ്രേക്കപ്പ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനുള്ള ഫണ്ടിങ് ഉള്ളത്. ഇവിടെ അഗൈൻ നെവർ ടോക്ക് അബൌട്ട് പാർട്ട് ടൈം ജോബ്സ്. പ്രോബബ്ലി അവർ ചോദിക്കും പാർട്ട് ടൈം ജോബ്സ് ചെയ്തുകൂടെയെന്ന്. സോ മേക്ക് ഷുവർ യു ആർ അവെയർ ഓഫ് ദ വിസ റിസ്ട്രിക്ഷൻസിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുമ്പോൾ പാർട്ട് ടൈം ജോബ്സ് എത്രത്തോളം ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ അറിയാം നിങ്ങൾക്ക്. ആൻഡ് യു ഡോണ്ട് ഹാവ് എൻ ഇൻറ്റൻഷൻ ഓഫ് ടേക്കിംഗ് അപ്പ് എ പാർട്ട് ടൈം ജോബ്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റഡീസിൽ മാത്രമാണ്. ആൻഡ് യു ആർ വെൽ ഫണ്ടഡ്, നിങ്ങൾക്ക് കറക്റ്റ് ഫണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് പാർട്ട് ടൈം ജോബ്സിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിൽ വേണം നിങ്ങളുടെ റെസ്പോൺസ് കൊടുക്കാൻ. So all this is to simply send the message to the person you're talking to the interviewer, that you're very genuine, നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ കോഴ്സ് കഴിഞ്ഞിട്ട്, and you have no intention of staying back in the UK. അതാണ് മെയിൻ ഇൻറ്റൻഷൻ ഓഫ് ഹാവിങ് ദിസ് ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്വൈറ്റ് ക്ലിയർ. നിങ്ങൾ ഈ രീതിയിൽ വേണം നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ. സോ ഗുഡ് ലക്ക് ടു ഓൾ ഓഫ് യു ഹു ആർ ട്രൈയിങ് ടു സ്റ്റഡി ഇൻ ദ UK and hope this video helps you in preparing for the credibility interview. നിങ്ങൾക്ക് എന്തെങ്കിലും queries or questions or doubts or എന്തെങ്കിലും ഉണ്ടെങ്കിൽ just send us as your comments. So thanks a lot for watching this video.